അത് കഴിഞ്ഞ് കുട്ടിയുടെ അടുത്തേക്ക് വന്ന് പിടിച്ചിങ്ങനെ കുലുക്കിയിട്ട് അമ്മയുടെ പേര് ചോദിച്ചു. അപ്പോഴാണ് ആശ എന്ന് പറഞ്ഞതെന്ന് കുട്ടി. ഞാൻ മോളോട് ചോദിച്ചു, മോളെ പിന്നെ ഈ ആളിനെ അറിയുമെന്ന് ചോദിച്ചു. ഇത് ആരാന്ന് ചോദിച്ചു. അപ്പൊ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വീണ്ടും ചോദിച്ചു, മോളെ ഇത് ആരാന്ന് ചോദിച്ചപ്പോ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഭയങ്കര ഒച്ചപ്പാടും ബഹളമായിരുന്നു. മോളിവിടെ വന്നപ്പോൾ ഒരു ആൾ വന്നു, എന്തോ കൈയാട്ടി ആദ്യം വിളിച്ചെന്ന് പറഞ്ഞു. അത് ഞാൻ മുട്ടായി എന്തോ കാണിച്ച്. അപ്പോൾ കുട്ടിയുടെ പുറത്ത് ഇവൻ ഫ്രോക്ക് വെച്ച് നോക്കുന്നതും ഒന്നൊരു സുഖമായിട്ട് നമുക്ക് തോന്നിയില്ല. നമസ്കാരം. ആലുവയിൽ 4 വയസ്സുകാരിയെ ഒരു യുവാവ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയിരുന്നു. തുടർന്ന് അത് ചെറുത്ത് നിന്നത് അവിടെ അടുത്തുള്ളൊരു തുണിക്കടയിലെ ചേച്ചിയായിരുന്നു. ആ സ്ഥാപനത്തിൻ്റെ ഉടമ തന്നെയാണ്. പ്രിയ എന്നാണ് പേര്. പ്രിയ ചേച്ചി നമ്മുടെ പരിചയത്തിലുണ്ട്. ചേച്ചി, എന്താ സംഭവിച്ചത്? ആ കുട്ടി എല്ലാ ദിവസവും സ്കൂളിൽ വരുന്നതും ഞങ്ങളുടെ കടയുടെ ഫ്രണ്ടിൽ നിന്നാണ്. അപ്പം പതിവ് പോലെ അന്ന് ഇവിടെ വന്നു. ഞാൻ ഫ്രണ്ടിലുണ്ടായിരുന്നില്ല, ഞാൻ ബാക്കിൽ പുറകിൽ കിടക്കുകയായിരുന്നു. എൻ്റെ സ്റ്റാഫാണ് ഫ്രണ്ടിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ റോഡിന് ഓപ്പോസിറ്റ് ഒരാൾ നിൽക്കുന്നത് കണ്ടു. അയാൾ അവിടെ കുറച്ച് നേരം നിന്നിട്ട് കുറച്ച് അങ്ങോട്ട് മാറി നിന്നിട്ട് കുട്ടിയെ കൈയാട്ടി വിളിച്ചു വന്നു. അപ്പോൾ കുട്ടി പോയില്ല. അപ്പോൾ നമ്മളെ ഷോപ്പിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു. റോഡ് പാസ് ചെയ്ത് ഇപ്പുറത്തേക്ക് വന്നിട്ട് കുട്ടിയുടെ അടുത്തേക്ക് പോയി എന്തൊക്കെയോ ചോദിച്ചു. അപ്പോൾ കുട്ടി പേടിച്ചിട്ട് കടയിലേക്ക് ഓടിക്കയറി. ആ ടൈമിൽ ഞാൻ പുറകിലായിരുന്നു കിടന്നത്. എൻ്റെ സ്റ്റാഫ് എന്ന് പറഞ്ഞു, കസ്റ്റമർ ഉണ്ട്, ഡ്രസ്സ് ചോദിക്കണമെന്ന് പറഞ്ഞു, ഫ്രോക്ക് ചോദിക്കുന്ന കസ്റ്റമർ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ എണീറ്റ് വന്നപ്പോൾ ഈ കുട്ടി ഇയാൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അയാളെ കണ്ടപ്പോൾ തന്നെ ആകെ ഒരു ഡൗട്ട് അടിച്ചു. ഞാൻ മോളോട് ചോദിച്ചു, മോളെ പിന്നെ ഈ ആളിനെ അറിയുമെന്ന് ചോദിച്ചു. ഇത് ആരാന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, മോളെ ഇത് ആരാന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, നീ ആരാന്ന് ചോദിച്ചു. അത് ഞാൻ കുട്ടിയുടെ മാമനാന്ന് പറഞ്ഞു. മാമനെ എനിക്ക് അറിയുന്നതാണ്, മാമനെ എല്ലാ ദിവസവും ഇവിടെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോകാറ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാമനെ എനിക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആശയുടെ വല്യമ്മയുടെ മോനെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടിയുടെ അമ്മയുടെ പേര് ആശയാണ്. അപ്പം ഞാൻ വിചാരിച്ചു റിലേഷനിലുള്ള ആരെങ്കിലും ആയിരിക്കും എന്ന് എഴുതിയിട്ട് ഞാൻ 2 ഫ്രോക്ക് എടുത്ത് ഇങ്ങനെ കാണിച്ചു. അപ്പോൾ കുട്ടിയുടെ പുറത്ത് ഇവൻ ഫ്രോക്ക് വെച്ച് നോക്കുന്നതും ഒന്നൊരു സുഖമായിട്ട് നമുക്ക് തോന്നിയില്ല. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഫ്രണ്ട് ഇവിടെ വന്നു. ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സ്റ്റാഫ് ഞങ്ങൾ. അപ്പോൾ അവളും ഇവൻ്റെ പ്രവൃത്തി കണ്ടിട്ട് ഇങ്ങനെ ഒരു സുഖമില്ലാന്ന്. അപ്പോൾ ഞാൻ വേഗം കുട്ടിയുടെ അമ്മയെ ഫോണിൽ വിളിച്ചു. ആശ എന്നാണ് പുള്ളിയുടെ പേര്. അപ്പം വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ആശ ഒന്ന് വേഗം വരുമെന്ന് കേട്ടോ. പുള്ളി വിദ്യാധിരാജിയിലാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളി പമ്പിൻ്റെ അവിടെ എത്തിയായിരുന്നു. ഞാൻ വിളിച്ചപ്പോൾ തന്നെ കുറച്ചൊരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കടയിലേക്ക് വന്നു. അപ്പോൾ ഞങ്ങൾ പുറകിലാണ് നിന്നിരുന്നത്. അപ്പോൾ ആശ അകത്തേക്ക് കയറി വന്നു. അപ്പോൾ ഞാൻ ആശയോട് ചോദിച്ചു, ആശ ഇത് വല്യമ്മയുടെ മോനാണോ ആശയുടെ എന്ന് ചോദിച്ചു. അപ്പോൾ ആശ പറഞ്ഞു, വല്യമ്മയുടെ മോനോ. അപ്പോൾ എന്നോട് പറഞ്ഞത് ആശയുടെ വല്യമ്മയുടെ മോനാണെന്ന് പറഞ്ഞിട്ടാണ് മോൾക്ക് ഡ്രസ്സ് മേടിച്ചു കൊടുക്കാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ഒച്ചപ്പാടും ബഹളമുണ്ടായി. അതിന് മുന്നേ തന്നെ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവൻ എന്നെ ചീത്ത വിളിക്കാൻ തുടങ്ങിയായിരുന്നു. അതൊന്നും നമുക്ക് വീഡിയോയിൽ കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഫ്രണ്ട് വീഡിയോ എടുത്ത് തുടങ്ങിയത്. അതിന് മുന്നേ തന്നെ എന്നെ ചീത്ത വിളിച്ചു. പിന്നെ ഞാൻ വേഗം ഇറങ്ങി നാട്ടുകാരെയൊക്കെ വിളിച്ചു. അപ്പോൾ ഈ ടൈമിൽ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഹസ്ബൻഡും മോനും വന്നു. അത് കഴിഞ്ഞ് പഞ്ചായത്ത് മോനും ബാക്കി എല്ലാവരും ഇവിടെ എത്തി. ഒത്തിരി നാട്ടുകാർ വന്നു. പിന്നെ ഞങ്ങൾ പോലീസിനെ വിളിച്ച് അതിനിടയ്ക്ക് അവന് ഒച്ചപ്പാടും ബഹളമായി. ഞങ്ങൾ ഡ്രസ്സൊക്കെ വാരി തറയിലെറിഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എല്ലാവരും ചീത്ത വിളിക്കായിരുന്നു. അതൊന്നും കറക്റ്റ് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. ഞങ്ങളും ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. കാരണം ഇവൻ വേറെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊക്കെ ഒരു ഭയം ഉണ്ടായിരുന്നു. ഇവിടെ ഇറങ്ങി നിന്നിട്ട് ആ പച്ചക്കറി കടയിലെ ചേട്ടനെ വിളിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഹസ്ബൻഡ് ഇവിടെ ഇല്ലായിരുന്നു, പുറത്തായിരുന്നു. പുള്ളി വേഗം എത്തി. വിളിച്ചൊരു 10 മിനിറ്റിന് മുന്നേ പുള്ളി എത്തി. അപ്പോഴത്തേക്ക് ഇവൻ ഞങ്ങളുടെ ഡ്രസ്സുകളൊക്കെ വാരി എറിയാൻ തുടങ്ങി. ഇവൻ വയലൻ്റായി തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് പോലീസിനെ കംപ്ലയിൻറ്റ് ചെയ്തു. പെട്ടെന്ന് പോലീസ് വന്നു. പിന്നെ പോലീസിനെ ഏൽപ്പിക്കുക ചെയ്തത് ഞങ്ങൾ. എങ്ങനെ ഇത്ര ധൈര്യത്തോടെ നേരിടാൻ കഴിഞ്ഞു? അല്ല, ആ കുട്ടി എനിക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് ഇവൻ്റെ ആ രീതികൾ കണ്ടപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അത് മാമനാണെന്ന് നമുക്കൊരു ആളിനെ കാണുമ്പോൾ ഒരു മനസ്സിലാവുമല്ലോ. ഇവൻ്റെ ഈ നിപ്പും പ്രവൃത്തിയൊന്നും എനിക്ക് അങ്ങോട്ട് ആദ്യം കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ നെഗറ്റീവാണ് ഫീൽ ചെയ്തത്. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ എണീറ്റ് വന്ന് ആ റൂമിലാണ് ഞാൻ കിടന്നത്. അപ്പോൾ അവിടെ നിന്ന് വന്നപ്പോൾ ഈ സ്റ്റാഫ് എന്നോട് വന്ന് പറയുകയാണ്, ഫ്രോക്കിന് ആളുണ്ട്, കസ്റ്റമറുണ്ട്. അപ്പം ഞാൻ കാണുന്നത് ഈ കുട്ടിയും ഇവനെയാണ്. അവനെ കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു നെഗറ്റീവ് എനർജി പന്തികേട് തോന്നി. അപ്പോൾ എനിക്ക് ഡ്രസ്സ് കൊടുക്കാനേ തോന്നില്ല. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ പകച്ച് നിന്നിട്ട് കുട്ടിയോട് ഒത്തിരി തവണ ചോദിച്ചു, ഇത് ആരാ മോളെ എന്ന് ചോദിച്ചപ്പം കുട്ടി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഇവൻ കുട്ടിയുടെ ആരുമല്ലെന്ന് അപ്പോൾ തന്നെ എനിക്ക് തോന്നി.
മോളെന്ത് ഓടി ഇങ്ങോട്ട് കയറുമായിരുന്നു അങ്ങനെ? മോള് ഇവിടെ വന്ന് നിന്നപ്പോൾ അവൻ അവിടെ നിന്ന് പാസ് ചെയ്തിട്ട് കുറച്ച് ടൈം ഞങ്ങൾ ഈ കടയിൽ ഇവിടെ നിന്നു. അത് കഴിഞ്ഞ് കുട്ടിയുടെ അടുത്തേക്ക് വന്ന് പിടിച്ചിങ്ങനെ കുലുക്കിയിട്ട് അമ്മയുടെ പേര് ചോദിച്ചു. അപ്പോഴാണ് ആശ എന്ന് പറഞ്ഞതെന്ന് കുട്ടി. അങ്ങനെയാണ് ഇവൻ എന്നോട് ആശയുടെ വല്യമ്മയുടെ മോനാണെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ അപ്പം ആശയുടെ വല്യമ്മയുടെ മോൻ എന്ന് പറയുമ്പോൾ ഞാൻ കരുതി അറിയാവുന്നുള്ള ആളായിരിക്കുമെന്ന് പിന്നീട് എനിക്ക് തോന്നി. പക്ഷേ വീണ്ടും മനസ്സിൽ ആ നെഗറ്റീവ് എനർജി, ഇവൻ്റെ പ്രവൃത്തികളൊന്നും അങ്ങോട്ട് സിങ്കായി പോകാത്തതുകൊണ്ട് ഞാൻ കുട്ടിയുടെ അമ്മയെ വിളിക്കുകയായിരുന്നു. അമ്മ വന്നപ്പോൾ കറക്റ്റ് തെളിഞ്ഞു വല്യമ്മയുടെ മോനല്ല എന്നുള്ളത്. പ്രിയ ചേച്ചിയുടെ ഹസ്ബൻഡ് പ്രസാദ് ചേട്ടനും കൂടെ ഉണ്ട്. ചേട്ടാ, നിങ്ങൾ വന്നപ്പം എന്താണ് ഇവനോട് ചോദിച്ചപ്പോൾ മനസ്സിലായി? വന്നപ്പോൾ ഈ തുണികളൊക്കെ വാരി എറിഞ്ഞിട്ട് നല്ല വെള്ളം വെച്ചുകൊണ്ടിരിക്കുക, തെറി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ എന്നെ കണ്ടപ്പോൾ തന്നെ ഇറങ്ങി ഓടാൻ ശ്രമിച്ചു. അപ്പോൾ തന്നെ പിടിച്ചു നിർത്തി. നാട്ടുകാരെല്ലാവരും ഉണ്ടായി, പിന്നെ ഞാനുണ്ടായി, മോനും ഉണ്ടായി. പിടിച്ചു നിർത്തി പോലീസ് അറിയിച്ചു. പോലീസ് വരാൻ കുറച്ച് വൈകി, എന്നാൽ അതുവരെ അവനെ ഞങ്ങളിവിടെ പിടിച്ചു നിർത്തിയിരുന്നു. പോലീസ് കൊണ്ടുപോയി. മോളെന്താ പറഞ്ഞത്? മോള് പറഞ്ഞ സമയത്ത് ഞാൻ ഉണ്ടായില്ല, ഞാൻ പുറത്തായിരുന്നു. വൈഫിൻ്റെ അടുത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. പിന്നെ അപ്പുറത്തേക്ക് നമ്മൾ മുമ്പറൊക്കെ വന്നു. നമ്മളെ ശ്രീകുമാർ മുല്ലപ്പള്ളി വന്നു. പിന്നെ നമ്മളെ കുറിച്ച് കഴിഞ്ഞ് വാർഡ് മെമ്പർ വന്നു. പുറത്ത് നിൽക്കുമായിരുന്നു. എങ്ങനെയായിരുന്നു? ആരാ? ഈ പ്രതി അകത്ത് തന്നെയൊക്കെയായിരുന്നു. യമയ്യ പാതിൻ്റെ പിടിച്ച് ഇവിടെ ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. ഈ തുണി ഇവിടെ നിന്ന് കംപ്ലീറ്റ് തുണികളും വാരി തറയിലിട്ടു. ഭയങ്കര ഒച്ചപ്പാടും ബഹളമായിരുന്നു. മോളിവിടെ വന്നപ്പോൾ ഒരു ആൾ വന്നു. എന്തോ കൈയാട്ടി ആദ്യം വിളിച്ചെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവനെ മുട്ടായി എന്തോ കാണിച്ച് വിളിച്ചു. അവൻ പോയില്ല. അവസാനം അടുത്ത് വന്ന് കൊച്ചിൻ്റെ ഷോൾഡർ പിടിച്ച് കുലുക്കിയപ്പോഴാണ് കൊച്ച് പേടിച്ച് പോയത്. അങ്ങനെയാണ് കൊച്ച് അകത്തേക്ക് കയറി ഓടിയത് എന്നാണ് പറഞ്ഞത്. പിന്നെ പോലീസ് ആദ്യം ഇയാളെ വന്ന് കസ്റ്റഡി എടുത്തിട്ട് പിന്നെ വിട്ടു. എന്താണ് അത്? വീട്ടുകാർക്ക് എന്തോ കേസ് എന്തോ ഇല്ലയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ടതാണ്. അവസാനം ഈ ആൾക്കാരൊക്കെ പ്രശ്നമുണ്ടാക്കി ജനരോഷം കാരണം സ്വമേധയാ കേസെടുത്തെന്ന് തോന്നുന്നത്. ഇന്നലെ ഒന്ന് പോലീസ് സ്റ്റേഷനൊന്ന് മഹസറൊക്കെ തയ്യാറാക്കി പോയി. എന്തായാലും പടിപ്പുര ടെക്സ്റ്റൈൽസിൻ്റെ ഉടമകളുടെ സംയോജിതമായ ഇടപെടലാണ് ഈ കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞത്. പ്രിയ ചേച്ചിയും പ്രസാദേട്ടനും അവളുടെ മക്കളും പിന്നെ നാട്ടുകാരും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് എന്തായാലും ഈ പ്രതിയെ പിടികൂടി പോലീസിന് നൽകിയത്. പക്ഷേ പോലീസ് ആദ്യഘട്ടത്തിൽ ഒരു പെറ്റി കേസ് മാത്രം ചുമത്തി വിടുകയായിരുന്നു. എന്നാൽ പിന്നീട് ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായതോട് കൂടിയിട്ടാണ് ഇവിടുത്തെ വാർഡ് മെമ്പറുടെ പരാതിയിൽ പോലീസ് കേസെടുക്കുന്നത്. ബിനാനിപുരം പോലീസാണ് കേസെടുത്തത്. ഈ സംഭവത്തിൽ പ്രതിയായ UC കോളേജിന് സമീപം താമസിക്കുന്ന കിഷോർ എന്ന 26 വയസ്സുകാരനെതിരെയാണ് പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തത്. അതിന്റെ കറക്റ്റ് ചോക്ക് എനിക്ക് കാണിച്ചു. വേറൊന്നല്ല, ഈ കൊച്ചുൾപ്പെടെ അല്ലാണ്ട് നജാത്ത് ഹോസ്പിറ്റലിൽ എന്റെ കൂട്ടാന്റെ പെങ്ങള് അവിടെ ബസ് കയറുണ്ട്. പക്ഷെ എടി അല്ലടി ഇത് ചേച്ചി കേസാക്കണം. നിങ്ങൾ ചാവും. കേസാക്കണം ചേച്ചി. ഞാൻ വേറൊന്നുമില്ല. ഞാൻ ഇപ്പഴും ആ കൊച്ചു വരും 3 ഇതായിട്ട് എന്റെ അടുത്ത് സപ്പോർട്ട് പറഞ്ഞു. ഇനി 9 ഏതിനും പറ, അതൊന്നുമില്ല. എന്റെ അമ്മയായിട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞേ പറഞ്ഞേ എന്തുട്ടി എന്നിട്ട് അതാ അതിന്റെ ചിന്താപ്പാട. അല്ല നമ്മക്ക് എന്ത് ഗുണിക്കാൻ പറ്റും? നിങ്ങൾക്ക് എന്തിനു പറ്റുമോ? ഞാൻ വിളിക്കായിരുന്നു. ഞാൻ അപ്പൊ കൊച്ചിന്റെ അടുത്ത് ഞാൻ ഇവിടെ എവിടെ എത്തിയോ ചേട്ടാ? ഇങ്ങോട്ട് വാ. വേണം, ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുക. ഇവളോട് ചോദിച്ചത് അവർക്ക് പറ്റുള്ളൂ. ആ നിങ്ങൾ വാ. ഓയ്യോ വീഡിയോ. അയ്യോ ഞാനൊന്നും അറിഞ്ഞുള്ള രാമനാരായണ. ഓ പ്രസാദം കടങ്ങല്ലൂരെത്തി. കണ്ണൂരെത്തിയാ വേഗം വരാൻ പറ. എനിക്കൊരു ഡൗട്ട്, അപ്പൊ ഞാൻ ഇവളോട് ചോദിക്കുന്ന മോളെ നിനക്കറിയോ കണ്ടപ്പറഞ്ഞൂടെ കണ്ണ് നിക്കലില്ല. അപ്പോഴും എനിക്കൊരു ഡൗട്ട്, അതാ ഞാൻ ഇവളെ വിളിച്ചത്. ഉടുപ്പ് മേടിച്ചു കൊടുക്കാടി.
മാമനെ അറിയും, മാമയുടെ നായരെ അറിയുന്നൊക്കെ പറഞ്ഞു വരും. ഞാൻ പറഞ്ഞിട്ടുണ്ട് അകത്ത് കയറിയിരിക്കുക, അകത്ത് കയറിയിരിക്കുക, അകത്ത് കയറിയിരിക്കാൻ. എത്ര ദിവസം ഞാൻ പറഞ്ഞ അകത്ത് കയറിയിരിക്കാനായിട്ട്. പിന്നെ ഇവിടുന്ന് വന്നതാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോ ഇവിടെ ഇല്ല. എവിടെ നിൽക്കാൻ അതിന്റെ അടുത്ത് കയറുന്നു. അവനെ ഇപ്പൊ ശരിയാക്കി കൊടുക്കാം. എന്നിട്ട് ഈ കൊച്ചു ഇവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇയാൾ നടന്നത്. അറിയോ എന്തോന്ന് തന്ത്രവിദ്യയോടെ അറിയൂ? എന്തോന്ന് തന്ത്രവിദ്യയോടെ അറിയൂ? ഏതായാലും ഇത്തരത്തിൽ ഈ പ്രതിയെ പിടികൂടി ഈ കുട്ടിയെ രക്ഷിച്ച ഈ കട ഉടമകൾക്ക് തന്നെ വലിയൊരു അഭിനന്ദനം നൽകാം. ആലുവയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പീയൂഷ്, മറുനാടൻ മലയാളി.